ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചെമ്മീൻ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി 2 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളയ്ക്കണം. തിള വരുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൈസ് കൂടി ഇടാം. ഞാൻ 3 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് റൈസ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ ചെമ്മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, കോൺഫ്ലവർ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ മാറ്റി വെക്കണം. ഇപ്പം നമ്മുടെ റൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിതൊന്ന് ഊറ്റി വെക്കാണ്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ മസാല പുരട്ടി കറിവേപ്പില ഇടുക. എന്നിട്ട് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ചെമ്മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. അതുപോലെ നമുക്കിനി ബാക്കിയുള്ള ചെമ്മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് ഞാൻ സവാള ഇട്ടെടുക്കുകയാണ്. 2 സവാളയാണ് എടുത്തേക്കുന്നത്. ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് ഞാൻ വെജിറ്റബിൾ കൂടി ഫ്രൈ ചെയ്യുകയാണ്. ഇത് ഞാൻ റൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് ഇത് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി നമുക്കിനി ഒന്ന് മാറ്റി വെക്കാം. ഇപ്പം ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചെമ്മീൻ, സവാള, വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർക്കാം. ഇനി ഒരു 1/2 സ്പൂണ് ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ റൈസിലും ചെമ്മീൻ മസാല ചെയ്തതിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പൊ തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് പെരിഞ്ജീരകപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ മുളക് പൊടി ഇടാൻ മറന്നുപോയി. നമ്മൾ പൊടി ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങൾ മുളക് പൊടി ഇടണം. ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പൊ ചേർക്കുന്നത്. ഇപ്പൊ പൊടിയുടെ പച്ചച്ചുവയെല്ലാം മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ഇനി സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മൾ നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്കിനി ഇത് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ചെറിയ തീയിലിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കണം. ഇപ്പൊ നമ്മുടെ ചെമ്മീൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.